അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു പാസ്റ്റ് ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഹാവ് ഉണ്ട് എന്ന അർത്ഥത്തിൽ പാസ്റ്റ് ടെൻസിൽ നമ്മൾക്ക് ഉപയോഗിക്കാറുണ്ട്. അതായത് നേരത്തെ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് ഹാവ് ഉപയോഗിക്കാം. അതിനെ ഹാവ് അല്ല അവിടെ വരുന്നത്, അവിടെ നമ്മൾ ഹാഡ് എന്നാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഹാസ് ഹാവ് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹാഡ് എന്നാണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. എനിക്കൊരു കാറ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്ന അവസരത്തിൽ നമ്മളെ സഹായക്രിയയായ ഹാഡിനെ അവിടെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഭൂതകാലത്തിലെ ഒരു സംഭാഷണമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഹാഡ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എടുത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് അറിഞ്ഞു വയ്ക്കുക, നമ്മൾ ഏത് കാലത്തിലേക്കാണ് നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ കാലത്തേക്കുള്ള ഈ ഓക്സിലറി വെർബ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് അതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഓരോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാലങ്ങളാവും. വർത്തമാനകാലത്തിലേക്കാണെങ്കിൽ വർത്തമാനകാലത്തിലേക്കുള്ള നമ്മളെ ആ വെർബ് സഹായക്രിയ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് ഉപയോഗിക്കുക, ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് എടുത്ത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഫുഡ് കഴിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഇതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ ഹാഡ് ഉപയോഗിക്കാം. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്. ഞാൻ എൻ്റെ ആഹാരം കഴിച്ചു. ഇവിടെ ആഹാരം കഴിച്ചതായിട്ട് നമ്മൾ ഈറ്റെന്നോ ഹാവ് ഏറ്റണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്. ഞാൻ എൻ്റെ ആഹാരം കഴിച്ചു എന്നുള്ള രീതിയിൽ ഐ ഹാഡ് എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ അർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് പാസ്റ്റ് ടെൻസിലും പ്രസൻറ്റ് ടെൻസിലും ഉപയോഗിക്കും. ഇനി ഫ്യൂച്ചർ ടെൻസിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഈ ഹാവിനോടൊപ്പം വിൽ എന്ന് ആഡ് ചെയ്യുക. വിൽ എന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഫ്യൂച്ചർ ടെൻസായി. എനിക്ക് ഒരു കാറ് 2 ആഴ്ച കഴിയുമ്പോൾ എനിക്കൊരു കാർ ഉണ്ടായിരിക്കും. ഐ വിൽ ഹാവ് എ കാർ ആഫ്റ്റർ 2 വീക്സ്. ഞാനെല്ലാം റെഡിയാക്കി വെച്ചിരിക്കും, അതുകൊണ്ട് എനിക്ക് കാർ ഉണ്ടായിരിക്കും. 2 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് കാർ ഉണ്ടായിരിക്കും. ഐ വിൽ ഹാവ് എ കാർ ആഫ്റ്റർ നെക്സ്റ്റ് വീക്ക്, അല്ലെങ്കിൽ ആഫ്റ്റർ 2 വീക്സ് എനിക്ക് ഒരു കാറ് ഉണ്ടാവും. അപ്പം ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമ്മൾ സെൻറ്റൻസുകൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയും കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ്